ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ് എന്നല്ലടാ, സമയം 4 മണി. ചുമ്മാ ഒരു റൈഡ് പോണേ, ഒരു യാത്ര ട്രിമ്മൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ടിറങ്ങടാ. ആൻഡ് നമ്മുടെ വണ്ടിക്കൂട്ടൻ പാവടാ, 60 കിലോമീറ്റർ 60,000 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഒരൊറ്റ കിടപ്പാണ്. ട്രിപ്പുമില്ല, ഒന്നുമില്ല. അടിപൊളി. കഴുകി വൃത്തിയാക്കിയെന്ന് രാവിലെ വന്നിട്ട്. കുറേ ദിവസമായി മച്ചാനെ ഞാൻ ഓടിച്ചിട്ട്. സോ അങ്ങനെ ഒന്ന് വണ്ടിയൊക്കെ ഒന്ന് എടുത്ത് ക്രിക്കലാക്കി ഇന്നൊരു ചെറിയൊരു റൈഡ്, പിന്നെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളെവിടെയൊക്കെ പങ്കെടുക്കാം. സോ കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളുടെ ഒപ്പം പങ്കുവെക്കാം എന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്ടോ. സോ ഗൈസ്, കുറേ നാളുകളായി ഇതേപോലെയൊക്കെ വ്ലോഗ് ചെയ്തിട്ട്. ആൻഡ് CNG എല്ലാം കാലിയാണ്. 60,500 499 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കഥകൾ. അപ്പോൾ മച്ചാമാരെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ കൊച്ചി റൈഡർ. കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും എത്തിയിരിക്കുന്നു. യെസ്. സോ ഗൈസ്, നമ്മൾ നിലവിൽ കുറേ യാത്രകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ മുമ്പത്തെ പോലെ ടാക്സി ഓടിച്ച് നടക്കാൻ സമയമില്ല. ഫുള്ള് വർക്ക് ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം കയ്യിലേക്ക് പോകുന്നു. അപ്പോൾ അതിൻ്റെ വർക്കിൻ്റെ പുറകിലാണ് ഇപ്പോൾ കൂടുതലും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ കണ്ടൻറ്റ് കുറച്ച് ചേഞ്ചാണ്. അതായത് എനിക്ക് പറഞ്ഞ പോലെ ഓൺലൈൻ ടാക്സി ഓടിച്ചിട്ട് കാര്യമില്ല, അറിയാലോ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന്. സോ അതിനോളം ഒരു ഇതില്ല. ഞാൻ അതുകൊണ്ട് ആ ഒരു കണ്ടൻറ്റ് മാക്സിമം അവിടെയാണ് ഞാൻ നോക്കുന്നത്. അതങ്ങനെയാണ്, ഞാൻ നിർത്തി. പിന്നെ വല്ലപ്പോഴും ഓടിച്ചെന്നൊക്കെ പറയില്ലേ, അത് തോന്നണം ആ ഒരു രീതിയിൽ കേട്ടോ. ഊബർ അക്കൗണ്ട് ബ്ലോക്ക് ആയിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല. ഇനി ഒരു 3 മാസത്തിനടുത്തായി ഞാൻ ഓടിച്ചിട്ട്. അതിലിടയിൽ ഒരു ദിവസം ഒന്ന് ഓടിച്ചായിരുന്നു. അല്ലാതെ എൻ്റെ ഓൺലൈൻ അക്കൗണ്ടൊക്കെ ബ്ലോക്ക് ആയില്ലേന്നൊന്നും എനിക്കറിയില്ല. ആൻഡ് ബ്ലോക്ക് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓടിക്കാം, എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യാം എന്നുള്ള രീതിയിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഞാൻ കുറച്ച് എയർ അടിക്കട്ടെ. എന്നിട്ട് കഥ ഞാൻ ബാക്കി പറയാം ഗൈസ്. ഞാൻ ഒന്ന് എയർ അടിക്കട്ടെ. സോ ഗൈസ്, ഈ കാറ് ഞാൻ കുറേ നാളായിട്ട് ഓടിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒരു റൈഡിന് വേണ്ടിയും പിന്നെ കുറച്ച് CNG അടിച്ച് നമുക്ക് ആ ബീച്ച് വഴി കറങ്ങി നേരെ ഒരു കാപ്പിയും കുടിച്ച് തിരിച്ച് പോകാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വണ്ടിയിൽ നിന്ന് സ്റ്റാർട്ടാക്കിയത്. കാരണം സ്റ്റാർട്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ലായിരുന്നു. പിന്നെ CNG ഒക്കെ തീർന്നിരിക്കണേണ്. ഓക്കെ, ആൻഡ് ഫുള്ള് അടിച്ച് നമുക്ക് സെറ്റാക്കിയിട്ട് പോവാം. കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ സംഭവിച്ചായിരുന്നു. CNG അടിക്കാൻ വന്നപ്പോൾ CNG ഇല്ല. ഇപ്പം നേരെ ഞാൻ ജസ്റ്റ് ചുമ്മാ ഒരു കറങ്ങി, കുറച്ച് പെട്രോളുണ്ട്, അതും കൂടി തീർത്തിട്ട് കയറാം എന്നുള്ള മൈൻഡിൽ വണ്ടി ഓടിക്കുകയാണ്. സോ ദിസ് ഈസ് കൊച്ചി റൈഡർ എപ്പിസോഡ് 1 എന്നുള്ള രീതിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പുതിയ സീരീസ് തുടങ്ങുകയാണ്. നമ്മളെപ്പോഴും ചെയ്യുന്നത് പോലെ ഓൺലൈൻ ടാക്സി അല്ല. ചേഞ്ച് വേണ്ടേ, ചേഞ്ച്. അങ്ങനെ ചേഞ്ചിലേക്ക് മാറ്റി സൗണ്ടൊക്കെ ഇങ്ങനെ പോയിന്നല്ലേ, അടിപൊളിയാണ്. കുറേ പാക്കേജും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് കൊച്ചി റൈഡേഴ്സ് ഹോളിഡേയ്സ് ആൻഡ് ട്രാവൽസ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. 118 ട്രിപ്പോളം നമ്മൾ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തു. ഇത്രയും പാക്കേജ് കംപ്ലീറ്റ് ചെയ്തെന്ന് പറഞ്ഞില്ലേ, അതിൽ ഞാനല്ല ഡ്രൈവറായിട്ട് പോയിക്കൊണ്ടിരുന്നത് വെച്ചാൽ നമ്മൾ ബസ് വിട്ടിട്ടുണ്ട്, ട്രാവലർ വിട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ കാറ് വിട്ടിട്ടുണ്ട്. എല്ലാ കാറും വിട്ടിട്ടുണ്ട്. എർട്ടിഗക്കാണ് കൂടുതലും ട്രിപ്പ് കിട്ടിക്കൊണ്ടിരുന്നത് വെച്ചത്. നമ്മൾ ഗവി കിടപ്പുണ്ട് ഇതിൻ്റെ ഇടയിൽ, ഗവി പാക്കേജ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അപ്പോൾ പറഞ്ഞു വന്നത്, പല കസ്റ്റമർ, അതായത് ഒരു 10-12 ട്രിപ്പിൽ ഞാൻ ടെമ്പോ ട്രാവലറിൽ കയറി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാ വീഡിയോയും ഷൂട്ട് ചെയ്തില്ല. കുറച്ച് ഇൻസ്റ്റാഗ്രാമിലിടണ ക്ലിപ്പ് മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ഇൻസ്റ്റാഗ്രാമിലിടണ ക്ലിപ്പൊക്കെ ഞാൻ ഇട്ടിട്ടുമുണ്ട്. നിങ്ങൾ കൊച്ചി റൈഡറിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കയറി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് യാത്ര പോകുന്നതിന് മുമ്പ് എല്ലാവരും അറിയേണ്ട ഒരു കാര്യം, അതെന്താണ് പറയൂ. എനിക്കത്, നമ്മളിപ്പോൾ ഒരു ട്രാവൽ മെൻറ്ററാണ്. ആൻഡ് ഓൾസോ നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു ഗൈഡാണെന്ന് പറയാം. ഒരു കോർഡിനേഷൻ ചെയ്യുന്ന ഒരാളാണ്, ട്രാവൽ പ്ലാനറാണ്.
അങ്ങനെ അങ്ങനെ പല ഭാഷകൾ ഉണ്ട്, പല രീതികളിൽ പറയാം. ഓക്കെ, അതിലിപ്പോൾ എനിക്ക് ഗസ്റ്റാണ് കുറേ പേര് നമ്മുടെ വീഡിയോസ് കാണുന്നതെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സ് ആൻഡ് ഗസ്റ്റ്. എന്ന് പറഞ്ഞാൽ നമ്മളിൽ എത്ര പേര് യാത്ര പ്ലാൻ ചെയ്യുന്നത് തലേദിവസമായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നോക്കി മനസ്സിലായ, വണ്ടി നോക്കും, ബാഗ് പാക്ക് ചെയ്യും, അങ്ങോട്ട് ഒരൊറ്റ പോക്കാണ്. ഞാൻ വർഷങ്ങളായിട്ട് ടൂറിസം ഫീൽഡിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ റോഡിലൂടെ യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ്. മുമ്പ് മറ്റേ ബസ്സിൻ്റെ ഫ്രണ്ടിലിരുന്നു, അതേപോലെ പെട്ടി ഓട്ടോറിക്ഷയുടെ മേളിലേക്ക് കാന്തല്ലൂരൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് പെട്ടി ഓട്ടോറിക്ഷയുടെ മേളിലാണ്. അവിടെ ഒരു അണ്ണനുണ്ട്, ഗാന്ധി അണ്ണൻ്റെ ഒരു ഓട്ടോറിക്ഷ ഉണ്ട്. ആ ഓട്ടോറിക്ഷയുടെ മുകളിലേക്ക് ഇരുന്നാണ് ഞാൻ വാട്ടർഫോളൊക്കെ വിസിറ്റ് ചെയ്തത്, ഒറ്റക്ക്, വേറെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ടൈമിലൊക്കെ ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു യാത്രാ പ്രേമിയായിരുന്നു, മനസ്സിലായ. ലൈക്ക് അത് ഒരു വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു, യാത്രേനോട്, ഫീൽഡിലായിട്ടുള്ള ജോലി കയറണം, ആ ഒരു മെൻറ്റാലിറ്റി ആയിരുന്നു കൂടുതലുണ്ടായിരുന്നു. അതുവഴിയാണ് നമ്മൾ ടാക്സി എടുത്തതും. ഇപ്പോൾ ടാക്സി ഇങ്ങനെ ഓൺലൈൻ ടാക്സി ആയിരുന്നല്ലോ നമ്മൾ ഓടിക്കൊണ്ടിരുന്നത് വെച്ചാൽ, അതിൽ പണി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അത് ഞാൻ ഈ സൈഡ് സ്കിപ്പ് അടിച്ച് ഒരു ചെറിയൊരു ട്രാവൽ കമ്പനി സ്റ്റാർട്ട് ചെയ്തതും ഇപ്പോൾ അത് അങ്ങനെ നൈസായിട്ട് പിന്നെയും കറങ്ങണം. ദൈവഭാഗ്യം, അതായത് എന്താ പറയുക, എല്ലാവരുടെയൊക്കെ പ്രാർത്ഥനയൊക്കെ കൊണ്ട് കുറേ വള്ളികളൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. വള്ളികളെല്ലാം തൂത്തുമാരി ഒരു കരണം കാണിച്ചാൽ മലു കരണം കാണിച്ചു കൊടുക്കുന്ന ഒരു മൂഡിലാണ് ഇപ്പം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരു വള്ളിയിലും ഇല്ല, സമാധാനം, അത് മതി. പിന്നെ എന്താ പറയാ, അപ്പോൾ പറഞ്ഞാന്ന് ചാപ്റ്റർ മാറിപ്പോയി. ഞാൻ ഇത്രയും ട്രാവൽ ചെയ്തിട്ട് ഞാൻ പഠിച്ച കുറേ കാര്യങ്ങളുണ്ട്. യാത്രയുടെ സൗന്ദര്യം ശരിക്കും ലക്ഷ്യസ്ഥാനത്ത് മാത്രമല്ല, യാത്ര ചെയ്യുന്ന വഴിയിലും കൂടെയുള്ള ആളുകളിലും ഓരോ ചെറിയ അനുഭവങ്ങളിലൂടെയാണ് ഞാൻ ശരിക്കും എൻജോയ് ചെയ്തുകൊണ്ടിരുന്നത്. വെച്ചാൽ എൻ്റെ യാത്ര ഫുള്ള്. പലരും ഫോട്ടോ എടുക്കാനൊക്കെയാണ് യാത്ര പോകുന്നത്. ഞാനും മുമ്പൊക്കെ ജസ്റ്റ് ഫോട്ടോ എടുക്കുന്നു, സ്റ്റാറ്റസ് ഇടുന്നു, ഇത് തന്നെയായിരുന്നു പരിപാടി. പക്ഷെ അത് കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഓർമ്മകൾ ഉണ്ടാക്കാനാണ് ശരിക്കും യാത്ര പോകുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു ചായക്കടയിൽ കയറി ഒരു ചായ കുടിക്കാൻ നേരത്ത് അവിടെ നിന്ന് പരിചയപ്പെടുന്ന ആൾക്കാർ, അത് ഒരു ഹൈ റേഞ്ചിലൊക്കെ പോകുമ്പോൾ ഹൈ റേഞ്ചിൽ ഇത് ഒരു 50 രൂപ പറന്ന് നടക്കണ്ട, ആ ചേച്ചി എടുത്തടുത്ത് അല്ലെങ്കിൽ ലോറി കയറി പോവുക. എനിക്ക് വണ്ടി നിർത്താൻ പറ്റില്ല, ആ ചേച്ചി കണ്ടിട്ടുണ്ട്, എന്തായാലും ആ ചേച്ചി എടുക്കട്ടെ. ഓക്കെ, ഇപ്പം ഞാൻ കഴിഞ്ഞ 2 മാസം മുമ്പ് ഞാൻ മറ്റേ എല്ലപ്പട്ടി എന്ന് പറഞ്ഞൊരു ചായക്കടയിൽ, ഷൈനി ചേച്ചിയുടെ ചായക്കടയിൽ കയറിയായിരുന്നു. ആ അനുഭവമൊക്കെ ഇപ്പോഴും എൻ്റെ ഉള്ളിൽ കിടക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് കിട്ടിയ ഒരു ഫ്രഷ് അനുഭവം. അതായത് ആ ചായക്കടേൻ്റെ ആ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, ഉള്ളിൽ കയറി നിന്ന് ചായ കുടിക്കുവാനെന്ന് പറഞ്ഞു. ഞാനപ്പോൾ ഉള്ളിലോട്ട് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് അതിൻ്റെ ആ വിൻഡോയിൽ കൂടി നോക്കിക്കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നെ, ലൈഫിൽ ഞാൻ അമ്മാതിരി വിഷ്വൽ കണ്ടിട്ടില്ല. കാരണം ഒരു അടിപൊളി വിഷ്വലായിരുന്നു. അതിൻ്റെ ഇൻസ്റ്റഗ്രാം ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങളൊന്ന് ജസ്റ്റ് കയറി നോക്ക് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഓരോ അനുഭവങ്ങളാണ് നമുക്ക് ഓരോ ചായക്കടയിൽ നിന്ന് കിട്ടുന്നതും. റോഡരികിൽ ഒരു സൂര്യോദയം കാണാൻ വേണ്ടി നിൽക്കും, പെട്ടെന്നായിരിക്കും നമുക്കൊരു മറ്റേ ഡോർ ഓഫ് ഹെവൻ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത് മൂന്നാർ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് പോയതാ, അത് ഫാമിലിയോടൊപ്പം പോയതാ. അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് ഒരു സൂര്യൻ ഇങ്ങനെ ഉദിച്ച് കിട്ടില്ലൻ എന്ന് പറഞ്ഞാൽ പോണ വഴിക്ക് കിട്ടിയതാ. അത് ഞാൻ വ്ളോഗ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഇതൊക്കെ ഒരു കിട്ടുന്ന ഒരു ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടുന്ന ഒരു മനോഹരമായ, മനസ്സിലായ, ഒരു മനോഹരമായിട്ടുള്ള ഒരു മൊമെൻറ്റ്സ്. അതൊക്കെ ശരിക്കും ആസ്വദിക്കുക, മനസ്സിലായ. ചിലവർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ എന്താണ്, കഴിഞ്ഞ ഒരു ട്രിപ്പിൽ ഇങ്ങനെ ഒരു സീനുണ്ടായി. മീൻസ് ഏതോ ഗേൾ ഫ്രണ്ടിനായിട്ട് വഴക്കിട്ടിട്ടുണ്ടായിരുന്നു ഒരു മച്ചാൻ. ബാക്കി എല്ലാവരും എൻജോയ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ പുള്ളി മാത്രം ഡെസ്പായിട്ടിരിക്കണേന്ന്. ഞാൻ പറഞ്ഞേ, ബ്രോ സെറ്റാവും ബ്രോ. പക്ഷേ പുള്ളി മിസ് ചെയ്യുന്നുണ്ടാവും, കാരണം ബാക്കി എല്ലാവരും അവിടെ അടിച്ചോടിച്ചിരിക്കുന്ന സമയത്ത് ആ ഒരു പുള്ളി മാത്രം ഡെസ്പായിട്ടിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ എനിക്ക് എൻ്റെ ഒരേ ട്രിപ്പിലും എനിക്ക് കിട്ടുന്ന അനുഭവങ്ങളാണ് ഗൈസ്. ഇതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാതെ കിട്ടുന്ന ഒരേ അനുഭവങ്ങളാണ്, മനസ്സിലായ. അതുകൊണ്ട് അടുത്ത യാത്ര പ്ലാൻ ചെയ്യുമ്പോഴും
എല്ലാം കണ്ട് അനുഭവിച്ച് യാത്ര ചെയ്യാൻ മാക്സിമം നോക്കാടാ. തിരക്കിട്ട് ഓടരുത്. കുറച്ച് സമയം എടുത്ത് ഓരോ നിമിഷവും മാക്സിമം ആസ്വദിക്കാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ യാത്രേനോടൊക്കെ ഭയങ്കര രീതിയിൽ ഇഷ്ടപ്പെടാൻ തുടങ്ങും. എനിക്ക് കുറേ പ്രോബ്ലങ്ങൾ എൻ്റെ ലൈഫിൽ വന്നു പോയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പോൾ ഞാൻ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചേക്കണത് ഇതേപോലെ യാത്ര ചെയ്യുമ്പോൾ കിട്ടിയേക്കുന്ന കുറേ കൂട്ടുകാരും കുറേ അനുഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായി? അപ്പോൾ മാക്സിമം അത് എൻജോയ് ചെയ്യാൻ നോക്കുക. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പൊന്നു വെച്ചമ്മരെ അടുത്ത പ്രാവശ്യം നിങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ഓരോ നിമിഷവും മാക്സിമം എൻജോയ് ചെയ്യാൻ നോക്കുക. ഇടയ്ക്ക് ഇങ്ങനെ കോള് വന്നതുകൊണ്ടാണ് ഇങ്ങനെ കട്ടായി പോകണേട്ടാ. എല്ലാവരും കുറച്ച് സമയം എടുത്തിട്ടേ മാക്സിമം എൻജോയ് ചെയ്യുക. ഓരോ യാത്രകളിലും മാക്സിമം എൻജോയ് ചെയ്ത് ആസ്വദിക്കാൻ നോക്കുക. പല രീതിയിലുള്ള ഗസ്റ്റുകളാണ് എനിക്ക് ഈ പ്രാവശ്യങ്ങളിലൊക്കെ കയറിയത് കേട്ടോ. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഇരിക്കണവർ, ഭയങ്കരമായിട്ട് അടിച്ചു പൊളിക്കണവർ, മനസ്സിലായ, നമ്മളെ വരെ അലമ്പാക്കുന്നവർ, അങ്ങനെ എല്ലാ ടൈപ്പ് കസ്റ്റമേഴ്സും, അതായത് ഗസ്റ്റ് ഈ പ്രാവശ്യം എനിക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ യാത്ര ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും മറക്കാനാകാത്ത കുറേ അനുഭവങ്ങളിലൊക്കെ കൊണ്ടെത്തിക്കും. മാക്സിമം ആസ്വദിക്കുക. മാക്സിമം ഓരോ കാഴ്ചകളും കണ്ണിന് കുളിരുമുള്ള കാഴ്ചകൾ. ഇപ്പം എനിക്കൊരു കസ്റ്റമർ ഉണ്ട്, ഞാൻ ആ ഗസ്റ്റിൻ്റെ പേര് പറയുന്നില്ല. ഗസ്റ്റ് താല്പര്യമില്ല പറയാൻ, കാരണം അമ്മാരെ അടിപൊളി ഗസ്റ്റാണത്. പുള്ളിയും ഈ ഒരു മൈൻഡാണ്. മാക്സിമം എൻജോയ് ചെയ്യും. ഞാൻ ആ ഒരു യാത്രയിൽ അങ്ങനത്തെ ഗസ്റ്റിനെ കിട്ടുമ്പില്ല മാക്സിമം നമ്മൾ അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്യണത്. ഇവിടെ എപ്പോഴും CNG ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ചേട്ടനുണ്ട് കേട്ടോ ഇവിടെ മറ്റേ ഇതിൻ്റെ. സോ അപ്പോൾ മച്ചാന്മാരെ, ഞാനിതിൽ ചെറിയൊരു വീഡിയോ എടുത്തേണ്ട. പിന്നെ ഈ ചാനലിലൂടെ ഞാൻ എൻ്റെ യാത്രകളിലെ അനുഭവങ്ങളും ട്രാവൽ ട്രിപ്പുകളും കേരളത്തിലെ മനോഹരമായ സ്ഥലങ്ങളും അതേപോലെ യാത്രാ പ്ലാനുകളൊക്കെ ആയിരിക്കും ചെയ്യാൻ വേണ്ടി പോകുന്നേട്ടാ. മാക്സിമം യാത്രാ പ്ലാനിലൊക്കെ നിങ്ങൾക്ക് ഹെൽപ്പായിട്ടുള്ള രീതിയിൽ ഉള്ള കണ്ടൻറ്റുകളൊക്കെ മാക്സിമം ഉൾപ്പെടുത്താൻ നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ നൈസായിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സെറ്റായിട്ട് മുമ്പോട്ട് വരിക. സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഇനി അങ്ങോട്ടുള്ള കാഴ്ചകൾ അടിപൊളിയായിരിക്കാം. CNGയിലേക്ക് കൺവേർട്ട് ചെയ്ത് CNG അടിച്ച് കുറേ നാൾക്ക് ശേഷം വണ്ടി ഒന്ന് ഉഷാറായി. ഇപ്പോൾ 60,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. അതിൻ്റെ ഒരു സർവീസും കൂടി ഇനി നമുക്ക് നോക്കാനുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഈ വണ്ടി എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ കണ്ടോ. ഓക്കെ, 2.5 കൊല്ലമായി. സോ അപ്പം മച്ചാന്മാരെ, ഇനി വീഡിയോ ഞാൻ വലിച്ചു കൂടി ഇതാക്കുന്നില്ല. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. മാക്സിമം ഇനി ഞാൻ പറഞ്ഞ പോലെ ചാനലിലൂടെ ഞാനിനി എൻ്റെ യാത്രകളിലുള്ള അനുഭവങ്ങളും നമ്മുടെ ഗസ്റ്റിൻ്റെ പല അനുഭവങ്ങളും അതേപോലെ കേരളത്തിലെ മനോഹരമായിട്ടുള്ള ഹിഡൻ പ്ലേസുകളും ചെറിയ ചെറിയ വീഡിയോസായിട്ട് ഞാൻ മുമ്പിലേക്ക് എത്തിക്കാൻ നോക്കാം. മാക്സിമം എല്ലാ ദിവസവും വീഡിയോസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഒന്നിനും സമയം കിട്ടുന്നില്ല കൈസ്. അപ്പോൾ അതിനുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ലാത്തത്. കുറേ കണ്ടൻറ്റൊക്കെ കിടപ്പുണ്ട്, കുറേ വീഡിയോ ഷൂട്ട് ചെയ്ത് കിടപ്പുണ്ട്, അതൊക്കെ ഒന്ന് എഡിറ്റൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ അതിനുള്ള ഒരു സമയവും കാര്യങ്ങളൊന്നുമില്ല. അതിൽ മാക്സിമം ഞാൻ നോക്കാം. സോ പാക്കേജിൻ്റെ ഡീറ്റെയിൽസും എന്തെങ്കിലുമൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ആൻഡ് ഓൾസോ കൊച്ചി റൈഡേഴ്സ് ഹോളിഡേയ്സ് ആൻഡ് ട്രാവൽസ് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു 3 ദിവസത്തെ പ്ലാൻ നിങ്ങൾ സെറ്റ് ചെയ്യുന്നു. ലൈക്ക് നിങ്ങൾക്ക് വാഗമൺ വേണം, നിങ്ങൾക്ക് ഗവി വേണം, ആൻഡ് നിങ്ങൾക്ക് ഒരു പറഞ്ഞൊരു മൂന്നാർ വേണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആകെ ഒരു 2 ദിവസമുണ്ട്. നിങ്ങളതെങ്ങനെ സെറ്റ് ചെയ്യും? അപ്പോൾ അങ്ങനത്തെ ഡൗട്ടുകളൊക്കെ ഉണ്ടാവും മാക്സിമം. അപ്പോൾ അതിനെല്ലാത്തിനും ഒരു സൊല്യൂഷനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്ത് സഹായിക്കും. ഒരു പ്ലാൻ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് തരും. ഓക്കെ, സോ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. കുറേ നാളുകളായി വീഡിയോ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ പാടില്ലേടോ എന്ന് എനിക്ക് കുറേ മെസ്സേജുകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ചെറിയൊരു കണ്ടൻറ്റ് ഞാൻ സെറ്റ് ചെയ്തത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ. ബൈ ബൈ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കട്ടാ. കിഡിലം വീഡിയോസൊക്കെയാണ് വരാൻ കിടക്കണം. കിഡിലം വീഡിയോസ്. ഓക്കെ, ബൈ.